ശ്രീ തോമസ് കെ തോമസ്, അങ്ങേക്ക് 2 മിനിറ്റ്. താങ്ക് യു സാർ. സാർ, ഈ ധനവിനിയോഗ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. കഴിഞ്ഞ 9 കൊല്ലം ആദരണീയനായ ഡോക്ടർ തോമസ് ഐസക് സാറും ശ്രീ KN ബാലഗോപാൽ അവറുകളും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് വിദഗ്ധമായി സുസ്ഥിരമാക്കിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാര രാഷ്ട്രീയം സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്നുവെന്ന് മാത്രമല്ല, ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന നിലയിലേക്ക് സാഹചര്യങ്ങളെ എത്തിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാനത്തെ തകർക്കുവാൻ കേന്ദ്രവും പ്രതിപക്ഷവും എല്ലാം ഒറ്റക്കെട്ടായി ശ്രമിച്ചിട്ടും ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗം ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. സംസ്ഥാനം ഇന്ന് സമാധാനങ്ങളില്ലാത്ത വികസന കുറിപ്പിലാണ് സാർ. ഇപ്പോൾ നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് സംസ്ഥാനത്തേക്ക് വരുന്നത്. സംസ്ഥാന ദേശീയ പാതകളെല്ലാം അന്തർദേശീയ നിലവാരത്തിൽ പുനർനിർമ്മിച്ചിരിക്കുന്നു. അടിസ്ഥാന മേഖലയിൽ വൻ വികസന കുതിപ്പാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നടത്തുന്നത്. സാർ ബെല്ലടിച്ച് പഠിപ്പിക്കാതെ ഒന്ന് പറഞ്ഞോട്ടെ. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ വൻ കുതിപ്പ് സംസ്ഥാനം കൈവരിച്ചിരിക്കുകയാണ്. സാർ, പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കി, ക്ഷേമ പെൻഷൻ നൽകി, മുടങ്ങിക്കിടന്ന ചികിത്സാ സഹായങ്ങൾ നൽകി, ആദരണീയനായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് റെക്കോർഡ് സഹായമാണ് സാധാരണക്കാർക്ക് നൽകിയിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെ ഓവറോൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും നല്ല വികസന കുതിപ്പും ക്ഷേമ പദ്ധതികളുടെ നിർവഹണവുമാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് നൽകിയിരുന്നെങ്കിൽ ഈ പ്രതിസന്ധികളെല്ലാം ഇതിനു മുമ്പേ നമുക്ക് മറികടക്കാമായിരുന്നു. സാർ, കേന്ദ്രം നമുക്ക് തരേണ്ട ന്യായമായ സഹായങ്ങൾ പോലും യാതൊരു കാരണവും കൂടാതെ പ്രതികാര മനോഭാവത്തോട് തടയുകയാണ്. ഉദാഹരണത്തിന്, തൊഴിലുറപ്പ് കൂലി ഇനത്തിൽ 800 കോടി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. വിവിധ കാർഷിക സബ്സിഡികളും ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുകയാണ്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെന്നുള്ള സത്യം ആദ്യം കേന്ദ്രം അംഗീകരിക്കാൻ തയ്യാറാണ്. കൃഷിക്കാരാണ് ഈ രാജ്യത്തിൻ്റെ ശക്തി. സാർ, എനിക്ക് പറയാനുള്ളത്, കർഷകരാണ് നമ്മുടെ ബലം. അതുകൊണ്ട് പ്രത്യേകിച്ചും കുട്ടനാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ടവരായ കർഷകർക്ക് ഒരു പ്രത്യേകത നൽകാനായിട്ട് അങ്ങയുടെ ഈ ബഡ്ജറ്റിൽ ഒരു പ്രത്യേകത തരണം. കാരണം ഉപ്പുവെള്ളം കയറുകയും അതുപോലെ മറ്റു പ്രതിസന്ധികളെ അതിജീവിച്ചാണ് അതുങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി തന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് സന്നദ്ധമാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിനിയോഗ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ.